ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം. ഞാൻ മാത്രം നിങ്ങൾ കാണുന്ന അപ്പൂട്ടൻ സ്വാഗതം എന്ന ചാനലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ടിൽ ഒരു പബ്ലിക് ടെസ്റ്റ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളെന്താ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ആ ഓരോ കാറ്റഗറീസിലെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ നോക്കാനാണ്. ഇപ്പോൾ 4 കാറ്റഗറീസ് ആണുള്ളത്: മൊബൈൽ, ഇയർബഡ്സ്, വാച്ചസ്, പിന്നെ ടാബ്ലറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമ്മളിതൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ എക്സ്ട്രാ വാല്യൂ ഫോർ മണി ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതും ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്കകത്തെന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാൻ മൊബൈലിൽ നിന്നാണ്. മൊബൈലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 30,000 രൂപയുടെ റേഞ്ചിൽ നമുക്ക് S21 FE സാംസങ്ങിൻ്റെ S21 FE കിട്ടുന്നുണ്ട്. സോ ഈ S21 FEയുടെ പ്രൈസ് എന്ന് പറയുന്നത് 32,000 രൂപയാണ്. എന്ന് പറയുമ്പോൾ 31,999. അതിപ്പോൾ നമുക്ക് കിട്ടുന്നത് 29,999 എന്ന് പറയുമ്പോൾ ICICI ബാങ്കിൻ്റെ 2,000 രൂപ ഓഫ് നമുക്ക് S21 FEയിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ പ്രോസസ്സർ മാറ്റി എക്സിനോസ് ആയിരുന്നു മുമ്പേ, ഇപ്പോൾ നമുക്ക് പവർഡ് ബൈ സ്നാപ്ഡ്രാഗൺ ആണ്. സ്നാപ്ഡ്രാഗണിൻ്റെ 888 പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ക്യാമറയും വളരെ നൈസായിട്ടുള്ള ക്യാമറയാണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുമ്പം നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ കിട്ടുന്നതാണ്. സോ 30,000 രൂപയുടെ റേഞ്ചിൽ നമുക്കൊരു വാല്യൂ ഫോർ മണി ഫോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് S21 FE സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നമുക്ക് S21 FEയുടെ അത്യാവശ്യം നല്ല നിങ്ങൾക്കറിയാം വാല്യൂ ഫോർ മണി ഫോണാണ്. പക്ഷേ മുമ്പേ എക്സിനോസിൻ്റെ പ്രൊസസ്സർ ആയതുകൊണ്ട് തന്നെ എക്സിനോസ് നിങ്ങൾക്കറിയാം അത്ര പോരാത്തൊരു പ്രൊസസ്സറാണ്. സോ ഇപ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊബൈലിൽ തന്നെ അടുത്തതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് 25,000 രൂപ താഴെ നമുക്ക് മോട്ടറോള എഡ്ജ് 14 നിയോ എന്ന് പറയുന്ന ഒരു ഫോണുണ്ട്. സോ അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ സ്പെക്സ് ഞാൻ പറയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 22,999 സോ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് 8 GB യുടെയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് കിട്ടുന്നത്. നല്ല ക്യാമറ, പിന്നെ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഏറ്റവും ഹൈ സ്പെക്സ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് 25,000 രൂപയുടെ താഴെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി, പിന്നെ ഈ സെയിലിലൊക്കെ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഒരു 25,000 രൂപയുടെ താഴെ ഒരു ഫോൺ വേണമെങ്കിൽ മോട്ടറോള എഡ്ജ് 14 നിയോ ബെസ്റ്റ് ഫോണായിരിക്കും. നിങ്ങൾക്ക് ഹൈ സ്പെക്സ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഹൈ സ്പെക്സ്, പിന്നെ നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടു കാണും, ഇത് കുറച്ച് നാൾ ട്രെൻഡിങ്ങിലായിട്ടിരുന്നായിരുന്നു. സോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. S21 FE 30,000 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതോ വേറെ കുറേ ഓപ്ഷൻസും ഉണ്ട്, നിങ്ങൾക്ക് അതും കൂടെ സജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ഞാനിപ്പോൾ പറഞ്ഞത് മോട്ടറോള എഡ്ജ് 14 നിയോ, അത് 25,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ച് ഹൈ എന്ന് പറയുമ്പോൾ ചൂടെ പ്രീമിയം സെക്ടറിലോട്ട് പോവുകയാണെങ്കിൽ iPhone 15 ഉണ്ട്. iPhone 15ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 67,000 രൂപയാണ്. 66,999 ആണ്. അതിപ്പോൾ 2,000 രൂപയുടെ ഞാൻ പറഞ്ഞ പോലെ ICICI ബാങ്കിൻ്റെ 2,000 രൂപ ഓഫുണ്ട്. അത് നമുക്ക് 62,000 എങ്ങാണ്ട് കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്കറിയാം iPhone 15നെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, 2,000 രൂപ ഓഫ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്താൽ മതി. ഐഫോൺ വേണം അല്ലെങ്കിൽ iPhone 14ൻ്റെയും വേറെ കുറച്ച് ഓഫേഴ്സും ഉണ്ട്. അത് നമുക്ക് 55-54 രൂപ റേഞ്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് iPhone 15 അല്ലെങ്കിൽ iPhone 14 നിങ്ങൾക്ക് ഐഫോൺ എടുക്കാൻ പോകുന്നവർ ആ 2 ഫോൺസ് സജസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉൾക്കൊള്ളാവുന്നതായിരിക്കും. സോ അതല്ല നിങ്ങൾക്ക് iPhone Pro വേരിയൻസ് ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പോകുന്നതാണ്. സോ ഈ 2 ഫോണിന് ഇപ്പോൾ ഓഫറുണ്ട്. സോ യു ക്യാൻ സെർച്ച് ദാറ്റ്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് വാച്ചസിൻ്റെയാണ്. ഈ വാച്ചസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വാച്ചസേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ മെറ്റൽ സ്ട്രാപ്സ് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. സോ നിങ്ങൾക്ക് മെറ്റൽ സ്ട്രാപ്സിൻ്റെ ഒരു വാച്ച് വേണമെങ്കിൽ നോയ്സ് മെറ്റിൽ എന്ന് പറയുന്ന ഒരു വാച്ചുണ്ട്. 1.4 ഇഞ്ചിൻ്റെ റൗണ്ട് ഡിസ്പ്ലേ ആണ്. സോ നിങ്ങൾക്ക് റൗണ്ട് ഡിസ്പ്ലേ ഇഷ്ടമാണെങ്കിൽ അതായിരിക്കും നല്ല, ഈ ഒരു വാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ 1.4 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ നോയ്സിൻ്റെയാണ്, അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് അങ്ങനത്തെ വേറെ ഫീച്ചേഴ്സൊക്കെ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു 1,000 രൂപയുടെ അടുത്ത് ഒരു മെറ്റൽ സ്ട്രാപ്പിൻ്റെ വാച്ച് വേണമെങ്കിൽ നോയ്സ് മെറ്റൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,900 ആണ്, 1899 ആണ്. സോ എനിക്കിത് സജസ്റ്റ് ചെയ്യാം. അപ്പോൾ 1,900 രൂപയ്ക്ക് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വാച്ചാണ്.
മെറ്റൽ സ്ട്രാപ്പാണ്. സോ നിങ്ങൾക്ക് മെറ്റൽ സ്ട്രാപ്പിനോട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വാച്ച് എന്ന് പറയുന്നത് നോയ്സ് ഫോഴ്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു വാച്ചാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1.46 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ, റൗണ്ട് ഡിസ്പ്ലേ തന്നെ നമുക്കിതിലും കിട്ടുന്നതാണ്. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1799 ആണ്. ഇത് ലോഞ്ച് ചെയ്തിട്ട് ഇതാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് നല്ല ഓഫേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ്, പിന്നെ കുറച്ച് റഗ്ഗഡ് ഡിസൈനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പോർട്സിലൊക്കെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് 1799 വാങ്ങാവുന്നതാണ്. സോ ഇതും അത്യാവശ്യം വാല്യൂ ഫോർ മണി, നമ്മുടെ ആ ഒരു 2000 രൂപയുടെ താഴെ ഏതാണ്ട് ബെസ്റ്റ് സ്പെക്സ് കിട്ടുന്ന സാധനമാണ്. ഇതിലും 2000 മേലെ MRP വരുന്നുണ്ട്. സോ ഓഫറിൽ നമുക്ക് 1799 കിട്ടുന്നതാണ്. സോ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഒരു വാച്ച് വേണം അല്ലെങ്കിൽ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ വേറെ വാച്ചിനോട് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് പോകാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ സ്പെക്സ് വെച്ച് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇയർബഡ്സിൻ്റെയാണ്. നമുക്കിപ്പോൾ നോർമൽ ഇയർബഡ്സിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ബോട്ടിൻ്റെ എയർഡോപ്സ് 161. ബോട്ടിൻ്റെ എയർഡോപ്സ് 161 നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിന് പല കളർ വേരിയൻസ് ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ MRP എന്ന് പറയുന്നത് 2000 മുകളിലുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ഓഫറെല്ലാം കൂട്ടി നമുക്ക് 899 രൂപയ്ക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വാല്യൂ ഫോർ മണി. പിന്നെ ഇതിനകത്ത് കുറേ സ്പെക്സ് ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം സജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇയർബഡ്സ്. നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് ഏറ്റവും ബെസ്റ്റ് ഇതായിരിക്കും. ബോട്ട് എയർഡോപ്സ് 161. സോ ഇതിൻ്റെ സ്പെക്സ് ഞാൻ പറയുവാണെങ്കിൽ 10 മണിക്കൂറിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്കിതിൽ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് 10 mm ഡ്രൈവർ 40 മണിക്കൂറിൻ്റെ നമുക്ക് പ്ലേ ബാക്ക് ടൈമും 10 mm ഡ്രൈവേഴ്സുമാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5.1 ആണ്. കുറച്ച് കുറവാണ്. ബട്ട് നിങ്ങൾക്കറിയാം ബ്ലൂടൂത്ത് വേർഷൻ അത്ര മാറ്റർ ചെയ്യുന്നില്ല. പക്ഷേ കുറച്ച് കുറവാണ്. ബട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് 5.1 നല്ലതാണ്. സോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ബോട്ട് എയർഡോപ്സ് 161. പിന്നെ ഗൈസ്, നമ്മൾ എയർബഡ്സിൽ തന്നെ നമുക്ക് കുറച്ച് ഗെയിമിംഗ് എയർബഡ്സ് വേണ്ടവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ട് ഇമ്മോർട്ടൽ 131. ബോട്ടിൻ്റെ തന്നെ ഇമ്മോർട്ടൽ 131 എന്ന് പറയുന്ന ഒരു എയർബഡ്സ് ആണ്. സോ ഇതും അത്യാവശ്യം RGB ലൈറ്റ്സ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി. നിങ്ങൾക്ക് അതിൻ്റെ സ്പെക്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് കേൾക്കാം. സോ ഇതിൻ്റെ സ്പെക്സ് ഞാനിപ്പോൾ പറയാം. അപ്പോൾ ഇതിൻ്റെ സ്പെക്സ് എന്ന് പറയുന്നത് 5.3 ബ്ലൂടൂത്ത് വേർഷൻ വരുന്നുണ്ട്. പിന്നെ 10 mm ഡ്രൈവേഴ്സ്, 40 ഹവേഴ്സിൻ്റെ പ്ലേ ബാക്ക് ടൈം, പിന്നെ ENX ടെക്നോളജി ഉണ്ട്. സോ നിങ്ങൾക്ക് ഗെയിമിങ്ങിൽ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1099 ആണ്. സോ ഇതും വളരെ ഓഫറൊക്കെ വന്ന് പ്രൈസ് കുറഞ്ഞേക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്യാം. ഗെയിമിംഗ് ഹെഡ്സെറ്റ് മേടിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് വയർലെസ് ഇല്ലാതെ ഇയർബഡ്സ് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് ബോട്ട് ഇമ്മോർട്ടൽ 131. ടാബ്ലറ്റ്സിൽ ഞാൻ നോക്കുവാണെങ്കിൽ നമുക്കതിൽ അത്ര ഓപ്ഷൻസ് ഇല്ല. പിന്നെ നിങ്ങൾക്ക് ടാബ്ലറ്റ്സ് വാങ്ങുന്നതും കുറച്ച് പേരാണ്. സോ നിങ്ങൾക്ക് ടാബ്ലറ്റ് വേണമെന്ന് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഏറ്റവും ലോ പ്രൈസിൽ നമ്മുടെ റെഡ്മി പാഡ് നമുക്കിപ്പോൾ 16,000 റുപ്പീസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ 128 GB-യുടെയാണ്. 6 GB റാമും 128 GB സ്റ്റോറേജും വരുന്ന 16,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. സോ 10.61 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ വൈഫൈ ടാബ്ലറ്റാണ്, സിം ഇടാൻ പറ്റില്ല. പിന്നെ അത്യാവശ്യം വലിയ ഡിസ്പ്ലേയും വൈഫൈ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ ബ്രോഡ്ബാൻഡ്, ഞാൻ വീഡിയോ ഇട്ട പോലെ ബ്രോഡ്ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൈഫൈ കണക്ഷൻ വെച്ച് നിങ്ങൾക്കത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ടാബ്ലറ്റ് വാങ്ങുന്നവർ ചുരുക്കമായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ റെഡ്മി പാഡ് 10,000 രൂപയ്ക്ക് റെഡ്മി പാഡ് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്കത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ ഇടപെട്ടുള്ളത് ആളെന്ന് പറയുന്ന ഓപ്ഷൻ വയ്ക്കുക. സോ ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിലിൻ്റെ ഒരു ഇത് കണ്ടു. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ തോന്നി, എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾക്കിപ്പോൾ വേറെ പ്ലാനുണ്ട്, വേറെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങളത് വാങ്ങാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇത് വെച്ച് നിങ്ങൾ വാങ്ങണമെന്നോ അല്ലെങ്കിൽ വാങ്ങണ്ടെന്നോ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഒരു സജഷൻ തന്നു, നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ചെയ്തേക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.